മാതൃഭൂമി ന്യൂസ് ഇംപാക്ട് സന്നിധാനത്തെ ഭക്തജന തിരക്കിന് പിന്നാലെ NDRF സംഘം സന്നിധാനത്തേക്ക് എത്തുകയാണ്. തൃശൂരിൽ നിന്നുള്ള ആദ്യ സംഘം സന്നിധാനത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. 32 അംഗ സംഘം പുലർച്ചെ 1 മണിക്കാണ് പമ്പയിലെത്തുക. ചെന്നൈയിൽ നിന്നുള്ള മറ്റൊരു സംഘം കൂടി സന്നിധാനത്തേക്ക് എത്തിച്ചേരും. കണ്ണൻ നായർ വിവരങ്ങളുമായി ചേരുകയാണ്. കണ്ണൻ, കൂടുതൽ സേന അത്യാവശ്യമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് നിലവിൽ സന്നിധാനത്തും ശബരിപാതയിലുടനീളം അനുഭവപ്പെടുന്ന തിരക്കെന്ന് പറയുന്നത്. എങ്ങനെയായിരിക്കും NDRF സംഘത്തെ വിന്യസിക്കുക? എവിടങ്ങളിലൊക്കെയായിരിക്കും ഇവരുടെ സേവനം ഉണ്ടാവുക? സാധാരണ മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ NDRFും RAFും സന്നിധാനത്ത് എത്താറുണ്ട്. പമ്പയിലും സന്നിധാനത്തുമാണ് അവരെ വിന്യസിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ ആ കേന്ദ്രസേനകൾ സന്നിധാനത്തേക്ക് എത്തിയില്ല. അതിനെക്കുറിച്ചാണ് ഇന്ന് മാതൃഭൂമി ന്യൂസ് വാർത്ത നൽകിയത്. അതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടലുണ്ടായത്. DGP അടക്കമുള്ള ആൾക്കാർ ഈ 2 സേനാ തലവന്മാരുമായി സംസാരിച്ച് അടിയന്തരമായി തന്നെ ഇവരെ ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ളൊരു നീക്കമാണ് നടത്തിയത്. അതിൽ NDRF സംഘമാണ് ആദ്യമായി എത്തുന്നത്. തൃശ്ശൂരിൽ സ്ഥിരമായ ഒരു NDRF ടീമുണ്ട്. അതിൽ 32 അംഗ ടീമാണുള്ളത്. അവർ ഇപ്പോൾ സന്നിധാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 9:30 അവർ മൂവാറ്റുപുഴ കടന്നിട്ടുണ്ട്. 1 മണിയോടുകൂടി അവർ സന്നിധാനത്തേക്ക് പമ്പയിലേക്ക് എത്തും. രണ്ടാമത്തെ സംഘം നാളെ രാവിലെ ചെന്നൈ ആറക്കോണത്തു നിന്നാണ് അവർ വരുന്നത്. അവർ നാളെ രാവിലെ ഒരു 8 മണിയോടുകൂടി ചെന്നൈയിൽ നിന്ന് യാത്ര ആരംഭിച്ച് വൈകിട്ട് 5 മണിയോടുകൂടി പമ്പയിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. അങ്ങനെ 70 അംഗ ടീം പമ്പയിലെത്തും. പമ്പയിൽ വെച്ചായിരിക്കും എത്ര അംഗ സംഘം സന്നിധാനത്തേക്ക് പോകണം, എത്ര അംഗ സംഘം പമ്പയിൽ നിൽക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. ഇതിനായാലും ഈ തിരക്ക് നിയന്ത്രിക്കാൻ കൃത്യമായ പരിശീലനം ലഭിച്ച ആൾക്കാരാണ് NDRF സംഘം. ആ NDRF സംഘം വരുന്നതോടുകൂടി തിരക്കിന് നിയന്ത്രണത്തിന് കൂടുതൽ ഗുണകരമാകും എന്നുള്ള വിലയിരുത്തലിലാണ് പോലീസും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും ഉള്ളത്.